ഓവർനൈറ്റ് കോടീശ്വരനാവുന്ന സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു ഡീല് ചെയ്ത് കഴിഞ്ഞാൽ 24 hours കമ്മീഷൻ വരും. 4 ദിവസമായിട്ടും കമ്മീഷൻ വന്നിട്ടില്ല. ആ കാർഡ് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലീഗലാണ്. CID വരും. റീസെൻ്റ്ലി നമ്മളൊരു അംബാനി എന്നുള്ളൊരു പ്രൊജക്റ്റുമായിട്ട് നമ്മളൊരു AI പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ആക്ടേഴ്സ് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 20 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഗ്രഹം. ഞാനിതിൽ ടെക്നിക്കലി ഭയങ്കര സംഭവമാണ് അങ്ങനെയൊന്നുമില്ല, ആഗ്രഹിക്കുക. ആരുടെ കഥയാണ്? ഇതെൻ്റെ കഥയാണ്. അപ്പോൾ അഭിനേതാവായി, അത് കൂടാതെ കോ പ്രൊഡ്യൂസർ നിർമ്മാതാവുമായി. അപ്പോൾ പഴയ സ്വപ്നങ്ങളൊക്കെ പൊടി തട്ടി എടുത്തു. ക്യാപ്സ്യൂൾ LED ബോക്സ് എന്ന് പറയും. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു ജ്വല്ലറിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോന്നും ഓഫറുള്ളതും ഇതൊക്കെ ഇങ്ങനെ 3D കാണാം. 500 രൂപ സാലറിയിൽ താങ്കൾ വെയിറ്ററായി തുടങ്ങി ഇന്ന് 300 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി താങ്കൾ വളർന്നു കഴിഞ്ഞു. ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. സംരംഭങ്ങൾ അങ്ങനെ തന്നെയാണ് വലുതായിട്ടുള്ളത്. ഇന്ന് കാണുന്ന എല്ലാ വലിയ മരവും പണ്ടൊരു ചെറിയ വിത്തായിരുന്നു എന്ന് പറയും. അതുപോലെ തന്നെയാണ് സംരംഭങ്ങളും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. കണ്ണൂർ സ്വദേശിയാണ് എന്ന സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് മലബാറുകാർ നന്മയുള്ളവരാണ്. ഒരു ചെറിയ ജോലിയിൽ നിന്ന് തുടക്കം, പിന്നീട് വിദേശത്ത് സാമ്രാജ്യം പടുത്തുയർത്താൻ പരിശ്രമിക്കുന്നു, നാട്ടിലെത്തുന്നു. ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകൻ. നൂതനാശയവുമായി പറക്കാൻ ചിറക് വിരിച്ച് നിൽക്കുന്നു. സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്ന സുഹൃത്തു കൂടിയായ ശ്രീ കെവിനാണ്. കെവിൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. സ്വാഗതം. താങ്കൾ എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു താങ്കൾക്ക് സ്പാർക്കുള്ളൊരു കഥയുണ്ട്, ഇവിടെ വന്ന് ഇരിക്കണമെന്ന്. താങ്ക് യു ഫോർ ജോയിനിങ് മീ. താങ്ക് യു. കെവിൻ്റെ നാട് എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു? കണ്ണൂർ തന്നെയാണ്. എന്തായിരുന്നു പഠനം? ഞാൻ BA ഗ്രാജുവേറ്റ് ആണ്, ഇംഗ്ലീഷ്. പിന്നെ അതിനുശേഷം ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തു. ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ വീട്ടിലാരെങ്കിലും ബിസിനസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ഫാദർ എന്താ ചെയ്തിരുന്നത്? ഫാദർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് എന്നെ നോക്കിയത്. അമ്മേൻ്റെ കൂടെയായിരുന്നു ഞാൻ താമസിക്കുന്നുണ്ടായിരുന്നു. വണ്ടർഫുൾ. ഈ ചെറുപ്പകാലത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അതെ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രഗിളായിരുന്നു. വാടക വീട്ടിൽ താമസിക്കുമ്പം അമ്മയ്ക്ക് അതൊരു ബേർഡൻ്റായി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാല് കൊടുക്കുക, അതായത് ഈ മിൽമ പാല് വിതരണം ചെയ്യുക, പിന്നെ പത്രം. പിന്നെ അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആ സമയത്ത് ഒരു ഫ്ലാറ്റ് കൾച്ചർ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് റിച്ച് ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അവിടെ ട്യൂഷൻ എടുക്കുമ്പോൾ ഒരു 4 മണിക്ക് ശേഷം ഒരു 4 മുതൽ 5, 5 മുതൽ 6, 6 മുതൽ 7. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിൽ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോൾ മാസം അവർ 300 രൂപ വെച്ച് തരും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു നല്ലൊരു ഏണിങ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് സ്വർണ്ണത്തിൻ്റെ ഒരു ചെയിൻ ഇടുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ പൈസ കൂട്ടി വെച്ച് ഞാൻ ആ സമയത്ത് തന്നെ ഒരു സ്വർണ്ണ ചെയിനൊക്കെ ഇടാൻ പറ്റി. സപ്പോർട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഹോട്ടൽ മാനേജ്മെൻ്റാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അതെ, സ്വാഭാവികമായിട്ടൊരു തൊഴിലായിരിക്കണം കണ്ടെത്തിയത്. അതെ. എവിടെ നിന്നാണ് തുടക്കം? ഞാൻ സ്റ്റാർട്ടിങ് മാസ്കോട്ട് ഹോട്ടലിൽ നമ്മുടെ കണ്ണൂർ തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്ററായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വെയിറ്ററായിട്ടാണ്? അതെ. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുക. എല്ലാവരും വെയിറ്ററിനെ ഒരു ട്രെയിനി വെയിറ്ററാണ്. വെയിറ്ററിന്ന് ആവുക എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു സ്വപ്നമാണ്. കാരണം വെയിറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഗസ്റ്റിനെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടിപ്സ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ട്രെയിനി വെയിറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. കാരണം ഹോട്ട് പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുക്കുക, ഇത് ടേബിളെല്ലാം സെറ്റ് ചെയ്യുക, ഗസ്റ്റ് വന്നിരുന്ന്. അതെ, അത് അങ്ങനത്തെ. എത്രയായിരുന്നു ശമ്പളം? 500 രൂപയായിരുന്നു ശമ്പളം. ആദ്യത്തെ ശമ്പളം? അതെ, 500 രൂപ. അത്രയേ ഉള്ളൂ? 500 രൂപയായിരുന്നു. നല്ല കട്ടപ്പണിയുമാണ്. അതെ അതെ. ശരി, അവിടെ നിന്ന് ആ ജോലിയിൽ വിജയിച്ചോ? അടുത്ത പടി എന്തായിരുന്നു? അടുത്തത് ഞാൻ അതിനുശേഷം ഗോവയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോവയിൽ ഞാനൊരു റിനൈസൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഹോട്ടലിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ സ്റ്റൈപ്പൻഡ് 500 തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണ്. കാരണം അതൊരു യൂട്ടിലൈസിങ് ആണ്. അവർക്ക് ഒരു ഫ്യൂച്ചർ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ GM ആവുക എന്നുള്ളൊരു സ്വപ്നം കാണിപ്പിച്ചുകൊണ്ട് അവരെ അങ്ങനെയുള്ള ജോലികൾ ചെറിയ ശമ്പളത്തിൽ ചെയ്യിപ്പിക്കുക. പിന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടെക്നിക്ക് എനിക്ക് മനസ്സിലായി.
ഇതിൽ നമ്മളെപ്പോഴും നമ്മൾ GM ആവുമോ, GM ആയില്ലെങ്കിൽ എന്തായിരിക്കും. അതെ. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് അവിടെ ഒരു ആയുർവേദിക് സ്പാ നടത്തിക്കുന്ന ഒരാൾ, തൃശ്ശൂരുകാരൻ, എന്നോട് പറഞ്ഞു, നീ കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പം നിനക്ക് നമ്മുടെ റിസപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എത്രയുണ്ട് സാലറി? ഞാൻ പറഞ്ഞു 500. നീ വാ, നാളെ മുതൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 5000 തരാം. അപ്പം ഞാൻ പറഞ്ഞു 500 തരാം. അതെ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഡിപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്മൂത്തായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ചായി. എനിക്ക് നല്ലൊരു വരുമാനമായി. അതെ, അതെ, റിസപ്ഷൻ. അപ്പോൾ ടിപ്സൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവിടെ ബിസിനസ് കയറ്റി കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഇതായി. അപ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെയാണ്, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചേഞ്ച്. അപ്പോൾ എനിക്ക് എൻ്റെ വരുമാനം, കാര്യങ്ങൾ, ടിപ്സ്, അവിടെ ലക്ഷറി ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ അത്, ഗസ്റ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ സ്റ്റാർ ഹോട്ടലിൻ്റെ കൂടെ മാരിയോട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. അപ്പം ആ രീതിയിൽ സ്പാ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് പിന്നെ എൻ്റെ വളർച്ച ഉണ്ടായിരുന്നത്. പിന്നെ ഇന്റർകോണ്ടിനെൻ്റൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ ഒരു 7 സ്റ്റാർ ഹോട്ടലുണ്ട്. അപ്പം അവിടെ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ ഒരു സ്പാ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ MD പല രാജ്യങ്ങളിൽ കറങ്ങി അവർ ലണ്ടനിലുള്ള ഒരു സ്പാ, ചാമ്പ്യനീസ് സ്പാ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർക്കാണ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സീസൺ ബിസിനസ്സാണ്. സീസണിൽ നല്ല ബിസിനസ് ഉണ്ടാവും, ഓഫ് സീസണിൽ ഇന്ത്യൻസ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു നിക്കോള എന്ന് പറഞ്ഞ ഒരു ലേഡി, അവിടുന്ന് UK എന്നല്ല, ആ ലേഡിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അതായത് അവിടുന്ന് പറഞ്ഞു വിടുന്നു, അവർക്കൊരു നല്ലൊരു മാനേജറിനെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ. അപ്പോൾ എന്നോട് എന്നെയാണ് അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ട്രെയിനിങ് ഒക്കെ തരും, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇൻ്റർനാഷണൽ തെറാപ്പീസ് എങ്ങനെയാണ്, നമുക്ക് ബോഡി അനോട്ടോമി എന്താണ്, എങ്ങനെ നമുക്ക് ഓരോ തെറാപ്പിയിലൂടെ എങ്ങനെയാണ് അതിൻ്റെ റിലാക്സേഷൻ എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ അവർ പഠിപ്പിച്ചു തരാൻ തുടങ്ങി. പിന്നെ അവരെനിക്കൊരു ഓഫർ തന്നു, എനിക്ക് അവിടെ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിയായിരിക്കും. ജോലിയായിട്ടൊന്നും എനിക്കിപ്പോൾ ഓഫർ ചെയ്യാൻ പറ്റില്ല. നീ അവിടെ 1 മാസം വരുന്നതാണെങ്കിൽ എനിക്കിവിടെ എല്ലാ സീസണിലും വരേണ്ട ആവശ്യമില്ല, പിന്നെ നീ നോക്കിക്കോളൂല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര ഓഫറായിരുന്നു. ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്, ലണ്ടനിൽ പോയി പഠിക്കുക, സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്. സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ്. അതെ അതെ. ലണ്ടനിൽ പോയി ആ സർട്ടിഫിക്കറ്റ് എന്നെ സ്പാ ഇൻഡസ്ട്രിയിൽ നല്ല നല്ല പൊസിഷൻസ് തരാൻ തുടങ്ങി. കാരണം ഇയാൾ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ ഒരു സ്റ്റാർ ഹോട്ടലിൽ, നമ്മൾ ആ ഒരു റേഞ്ചിലുള്ള ഹോട്ടൽസ്, അപ്പം ആ രീതിയിൽ എനിക്കതിൽ വളരാൻ പറ്റി. പിന്നെ സ്പാ സൂപ്പർവൈസറായി, സ്പാ മാനേജറായി, പിന്നെ സ്പാ ഡയറക്ടറായി. പിന്നെ അതിൻ്റെ മുകളിൽ ഹെൽത്ത് ക്ലബ് മാനേജർ ഉണ്ട്, പിന്നെ ലെഷർ മാനേജർ ഉണ്ട്. അപ്പോൾ ലെഷർ മാനേജർ ആവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതെ. കാരണം അപ്പം MD ഒക്കെ വരുന്ന സമയത്ത് GMനേക്കാൾ റെസ്പെക്റ്റാണ്. കാരണം GM കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്യാണ്, നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണ്, റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പം അങ്ങനെ ഒരു റെസ്പെക്റ്റ് കിട്ടാൻ തുടങ്ങി. ഞാനിങ്ങനെ അതിലെത്തി. ഞാൻ ലെഷർ മാനേജറായി. ഏത് സ്ഥാപനത്തിലായിരുന്നു? ഇന്റർകോണ്ടിനെൻ്റൽ ഹോട്ടൽ അവിടെ തന്നെ. അതെ, ഗോവയിൽ. വെരി ഗുഡ്. അപ്പം ടൈം എടുത്ത് ഒരു 7 സ്റ്റാർ ഹോട്ടലാണ്. ഒരു 7 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ അതിനുശേഷം എനിക്ക് വേറെ കുറേ സ്റ്റാർ ഹോട്ടൽസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അങ്ങനെ ഇന്ത്യയിൽ തന്നെയാണോ അതോ വിദേശത്ത് പോയി? ഞാൻ വിദേശത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സീഷെൽസ്, മൗറീഷ്യസ്, ഓസ്ട്രേലിയ, മെൽബൺ, പിന്നെ ദുബായ്, ഖത്തർ, അങ്ങനെ 5-6 രാജ്യങ്ങളിൽ. അതുപോലെ തന്നെ ഈ വലിയ സ്റ്റാർ ഹോട്ടലിലാണ്. ആ സ്റ്റാർ ഹോട്ടൽസിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ, ഹെൽത്ത് ക്ലബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ എനിക്ക് ലെഷർ മാനേജർ, ഹെൽത്ത് ക്ലബിൻ്റെ ഒരു ആശാനായി. അതെ. പിന്നെ പുറത്തൊക്കെ പോയപ്പോൾ തന്നെ വാട്ടർ സ്പോർട്സ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളുടെ അണ്ടറിൽ വരും. അതിൻ്റെയൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുക. പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും പുറം രാജ്യങ്ങളിലുണ്ടല്ലോ സ്റ്റാർ ഹോട്ടൽസിൽ. പിന്നെ ഒരു മാറ്റം എവിടെ നിന്നാണ് തുടക്കം? പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതേ ലണ്ടനിലുള്ള ചാമ്പ്യനീസ് സ്പാ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ലണ്ടനിൽ വീണ്ടും ജോലിക്ക് പോവുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവർ എനിക്കൊരു ഓഫർ കുറേ കഴിഞ്ഞപ്പോൾ തന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ദുബായിൽ നിന്നുകൊണ്ട് നമുക്ക് സ്പാ പിടിച്ചു തരാം, നമ്മളുടെ വിസയിൽ തന്നെ നീ വർക്ക് ചെയ്തോ. അപ്പം അങ്ങനെയുള്ള ഓഫറായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെ ഇവരുടെ പ്രൊഫൈൽ ഞാൻ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു അവരെ, എന്നിട്ട് അവരവിടെ ഒരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് ഏതൊക്കെ ഹോട്ടൽസിൽ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു റവന്യൂ, എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ബ്രോഷേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക.
അപ്പം അതിന് കണക്കായിട്ട് എനിക്ക് സാലറി ഉണ്ട്, ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, ദുബായിൽ റിയൽ എസ്റ്റേറ്റിന് നല്ല സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഞാൻ ചെറിയ ചെറിയ ഡീൽസൊക്കെ ചെയ്യുമായിരുന്നു. ഇതിപ്പം നമ്മൾ വലിയ വലിയ ഡീൽ ചെയ്യാൻ പോകുമ്പോൾ ചെറിയ സലൂൺ ഫോർ സെയിൽ, റെസ്റ്റോറൻറ്റ് ഫോർ സെയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പാർട്ടീനെ കണക്ട് ചെയ്തിട്ട് അപ്പം ഫൈനലി ഡീൽ മുറിക്കുന്നത് ദുബായിൽ അങ്ങനെ ഒരു കൾച്ചറുണ്ട്. റിയൽ എസ്റ്റേറ്റ് വിസ, അതായത് റിയൽ എസ്റ്റേറ്റ് വിസ ഉണ്ടാവണം. ആ വിസ ഒരു കാർഡുണ്ട്, 80% മാർക്ക് വാങ്ങിച്ചിട്ട് ആ കാർഡ് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇല്ലീഗലാണ്. CID വരും. CID വന്നിട്ട് നമ്മളെടുത്ത് ഡീല് സംസാരിക്കും. ഫൈനലി അവർ പറയും CID ക്യാച്ച്, വിസ എല്ലാം കട്ടാവും. പേടിച്ചിട്ട് ചെയ്യുക. ഇതുപോലത്തെ ഡീലുകളിൽ അടുത്ത ആളിരുത്തും, എന്നിട്ട് നമുക്ക് ആ കമ്മീഷൻ്റെ ഷെയർ കിട്ടും. അപ്പോൾ ഞാൻ വിളിച്ച് ഇങ്ങനെ കമ്മീഷൻ്റെ ഷെയർ കൊടുത്ത് ഡീല് മൊത്തം ചെയ്തിട്ട് കാർഡുള്ള ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഞാനൊരു കാർഡ് ഹോൾഡർ ആവുക. അപ്പോൾ അങ്ങനെ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, പാകിസ്ഥാനിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. പാകിസ്ഥാനിയുടെ വേറെ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുക, എൻ്റർ ആവുക എന്നുള്ളത് നല്ല വലിയ വലിയ അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പം അങ്ങനെ പുള്ളി അത് നല്ല, അപ്പം ഞാൻ ചെറിയ ചെറിയ ഡീൽസ് ചെയ്യാൻ തുടങ്ങി. അതായത് റെൻ്റൽ ഡീൽസൊക്കെ ചെയ്തു, ചെറിയ ചെറിയ കമ്മീഷൻ കിട്ടി. അപ്പം ഹാപ്പിയായി. പിന്നെ കുറച്ചൊരു ഓഫ് സീസൺ മൂഡിൽ ദുബായ് കുറച്ച് ക്രൈസിസിൽ വരുന്ന ഒരു ടൈമിൽ ഡീൽസൊന്നും നടക്കുന്നില്ല, ഭയങ്കര ദാരിദ്ര്യമായി. അപ്പം ഒരു 5 പേര് താമസിക്കുന്ന റൂമിൽ നിന്നും 10 പേര് താമസിക്കുന്ന റൂമിലേക്ക് മെല്ലെ ഡൈവേർട്ടായി. കോട്ടെല്ലാം തന്നെ പോകണം, പക്ഷേ ഈ കോട്ട അലക്കണമെങ്കിൽ പൈസ വേണം. അപ്പം അങ്ങനെ ഒരു സ്ട്രഗിൾ സ്റ്റേജിൽ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു വലിയ ഡീല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 CR ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു ഫോർ സെയിൽ, ജുമേറയിലുള്ള 150 കോടിയുടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു UK ഒരു ട്രേഡിംഗ് ബിസിനസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഇതെനിക്ക് 100 CR ചെയ്തുതരാം. അയാൾ ഒരു 2-3 months ദുബായിൽ വിസിറ്റ് ചെയ്യും. നീ ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്ക്, ഞാൻ വാങ്ങിക്കുക. അയാൾ എന്തോ ഒരു വാക്ക് പറഞ്ഞതായിരിക്കാം. ഞാൻ അതിനെ ആ സെല്ലറിനെ ഫോളോ ചെയ്ത് അത് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ബയ്യർ സെല്ലർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് സെല്ലറിൻ്റെ അടുത്ത് നിന്ന് ഓൾറെഡി നമ്മൾ വേറൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് നമ്മളുടെ എക്സ്ക്ലൂസീവ് ഡീൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കമ്പനി വിചാരിച്ചാൽ മാത്രമേ, കമ്പനിയിലൂടെ മാത്രമേ അത് സെയിലാവുള്ളൂ. അപ്പം ഇതിൻ്റെ സെയിൽ ഓപ്ഷനും ഓരോ തവണ ഇതിൻ്റെ സെയിൽ ഓപ്ഷൻ വരുമ്പോഴും ഞാനിങ്ങനെ ടെൻഷനാവും, ഇത് ഇന്ന് സെയിലായി കഴിഞ്ഞാൽ എൻ്റെ ബയറിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ ഫൈനലി ഞാനൊരു 100 CR കൊണ്ടുവന്നപ്പോൾ അയാൾ കുറച്ച് ബാക്കൗട്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. പിന്നെ ഞാൻ അയാളെ കൺവിൻസ് ചെയ്ത് ഈ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്ത്. ആ കമ്മീഷൻ വരുമ്പം എല്ലാവരും പറഞ്ഞു, പാകിസ്ഥാനി ആയതുകൊണ്ട് ഈ കമ്മീഷനൊന്നും നീ പ്രതീക്ഷിക്കണ്ട, കാരണം 4 കോടിയാണ് കമ്മീഷൻ മാത്രം 4 കോടിയാണ്. അതായത് ഓൾമോസ്റ്റ് 465,000 ദിറംസാണ് എൻ്റെ കമ്മീഷൻ. അതിൽ കെവിന് എത്ര കിട്ടും? എനിക്ക് 98 lakhs ആണ്. ഒരു കോടീശ്വരനാവാൻ പറ്റും. അപ്പം ഓവർനൈറ്റ് കോടീശ്വരനാവുന്ന സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു ഡീല് ചെയ്ത് കഴിഞ്ഞാൽ 24 hours കമ്മീഷൻ വരും. 4 ദിവസമായിട്ടും കമ്മീഷൻ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള അവനും ഒരു 1 CR അടുത്ത് കമ്മീഷൻ കിട്ടാനുണ്ട്. അപ്പം ഇയാളാണെങ്കിൽ ട്രാവലാണ്, ഫോൺ എടുക്കുന്നില്ല. അപ്പം പോയി. ഇനിയൊന്നും എന്തെങ്കിലും ചില്ലറ പിന്നെ അയാൾ തരുമായിരിക്കാം. പക്ഷേ അയാൾ വാക്ക് പാലിച്ചു. പാകിസ്ഥാനി ആണെങ്കിലും നമ്മളിപ്പം അങ്ങനെ ദുബായിലെല്ലാം വർക്ക് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും, പാകിസ്ഥാൻ ഇന്ത്യ എന്നുള്ളത് ബൈ ആണ്. അപ്പം അയാൾക്ക് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അയാളെടുത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരൻ തന്നെ ഇത് പാകിസ്ഥാനിയാണ്, ഇത് ഇവനെ പച്ചയല്ലേ, അത് അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ പറയും, നമ്മൾ അയാളെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കല്ലേ, അത് ഒരു റെസ്പെക്റ്റ് വേണ്ടേ അയാളോട്. അപ്പോൾ ആ ഒരു സാധനം ഓട്ടോമാറ്റിക്കലി എനിക്ക് യൂസ്ഫുള്ളായി. അയാളടുത്ത് ഇന്നും എനിക്ക് നല്ല കോൺടാക്റ്റ് ഉണ്ട്. ആ ഒരു 1 CR കിട്ടിയതിന് ശേഷം ഞാൻ ദുബായിലൊരു ബിസിനസ്മാനായി. അതെ. അപ്പോൾ എന്താണ് ചെയ്തത്? അതിനുശേഷം പിന്നെ ഞാനൊരു ബിസിനസ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് മെഗാ കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ. അപ്പം അതിൽ നമ്മൾ ഇതുപോലെ കുറേ ബിസിനസ് ഫോർ സെയിൽ സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, കുറേ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 2018 ആ സമയങ്ങളിലാണ് ഞാൻ നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ആലോചിച്ചു ഇതിനെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ എന്തോ അത് ഭയങ്കര കള്ളക്കടത്താണ്, ഇല്ലീഗലാണ് എന്നുള്ളൊരു മൂഡിലാണ് ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഹോട്ടൽസിൽ ചോദിച്ചാൽ പോലും മാരിയോട്ട് പോലത്തെ, ക്രൗൺ പ്ലാസ പോലത്തെ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ ഹോട്ടൽസിൽ സംസാരിച്ചു. ഞാനൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും. പിന്നെ അങ്ങനെ ഒരു സ്പാ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചു. അങ്ങനെ ചെറിയ ഹോട്ടൽസിൽ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു 20 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്, ഹോട്ടൽ സ്പായുടെ മാനേജ്മെൻറ്റ്. ഓക്കെ. അതല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങിയോ? അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഒരുപാട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ അതിൻ്റെ പുറകെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു. 1 വർഷത്തോളം ഞാൻ സമയം കളഞ്ഞു അതിന് വേണ്ടിയിട്ട്. പക്ഷേ അത് സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല.
അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇനി ഇതിനൊരു ടൈമാണ്. അങ്ങനെ ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ചെറിയ ചെറിയ പടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പേരിപ്പോൾ എടുത്ത് പറയാൻ വേണ്ടി അടി, കുമാരി, സന്തോഷം, സിക്കാഡ എന്ന് പറഞ്ഞ ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത മൂവി, ഇതിലൊക്കെ ഞാനൊരു കോ പ്രൊഡ്യൂസറാണ്. അപ്പം എനിക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു അംബാനി എന്നുള്ളൊരു പ്രൊജക്റ്റുമായിട്ട് നമ്മളൊരു AI പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അംബാനി സിനിമയുടെ പേരാണ്? സിനിമയുടെ പേരാണ് അംബാനി. മലയാളം? അതെ. ഓക്കെ. അപ്പം ഒരു AI പ്രസൻറ്റേഷൻ, അതായത് മൂവി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ആക്ടേഴ്സ് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 20 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷൻ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റിനെ നമ്മൾ എങ്ങനെയായിരിക്കും അവർ അത് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ പ്രസൻറ്റേഷൻ വരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കഥ പറയേണ്ട ആവശ്യമില്ല. ആരുടെ കഥയാണത്? ഇതെൻ്റെ കഥയാണ്. കെവിൻ തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നത്. അതൊരു സ്കാം റിലേറ്റഡ് സ്റ്റോറി. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനുണ്ടാവും. പിന്നെ വേറെ കോ പ്രൊഡ്യൂസർ ഷാജിയേട്ടൻ. അങ്ങനെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഞാൻ ഷാജിയേട്ടനെ മീറ്റ് ചെയ്തു. ഓഗസ്റ്റ് സിനിമ അറിയാലോ, പൃഥ്വിരാജും ആര്യയൊക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ്. അതെ. അപ്പം സന്തോഷ് ശിവനൊക്കെ ഉള്ളത്. അപ്പം ഷാജിയേട്ടനായിട്ട് സംസാരിച്ചു. ഇപ്പം നമ്മൾ പിന്നെ ഒരു കൊളാബായി. നമ്മൾ ഇനി ഷാജിയേട്ടൻ്റെ ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ ഇനി എല്ലാ പടങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പുള്ളിയുള്ളതും ഞാനുള്ളതും. അപ്പോൾ നമ്മൾ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു പടം ഞാൻ ഷാജിയേട്ടനെ സപ്പോർട്ട് ചെയ്ത് കോ പ്രൊഡ്യൂസറായിട്ട് കൂടെയുണ്ട്. അപ്പം അത് മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലത്തുവശത്തെ കള്ളൻ എന്നാണ് പേര്, ഇതുവരെ അനൗൺസ് ആയിട്ടില്ല. അപ്പം ബിജു മേനോൻ ഉണ്ട്, ജോജോ ഉണ്ട്. അതിലൊരു ക്യാരക്ടർ ജിത്തു സാർ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിനേതാവായി, അത് കൂടാതെ കോ പ്രൊഡ്യൂസർ, നിർമ്മാതാവുമായി. അപ്പോൾ പഴയ സ്വപ്നങ്ങളൊക്കെ പൊടി തട്ടി എടുത്തു അല്ലേ? അതെ. വെരി ഗുഡ്. അതിനകത്ത് ഒരു സാധ്യത താങ്കൾ പറഞ്ഞു, എന്തായിരുന്നു അത്? അതെ. അതായത് AI-ൻ്റെ. അപ്പോൾ ഈ AI-ൻ്റെ പ്രസൻറ്റേഷൻ വെച്ചിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പടം നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിൽ ചെയ്യുന്നതിന് മുമ്പ്, ബാക്കിയെല്ലാം കോ പ്രൊഡക്ഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെയ്യുന്നതിന് മുമ്പ് അതിനെ നമുക്ക് എല്ലാ ഭാഷയിലും കൊണ്ടുവരണം. ഇത് ഒരു എന്തുകൊണ്ട് ഞാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ സാറിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നില്ല? പുള്ളി എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്, ബിബിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പ്രൊജക്റ്റുകളായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ നന്മയാണത്. നമ്മൾ ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്യണം. ഇനി അവർക്ക് നമ്മൾ കാരണം ലോസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അതേസമയം മാർക്കോയിൽ സംഭവിച്ച അങ്ങനെയല്ല. മാർക്കോൻ്റെ ആ ഒരു ഇത് പോസ്റ്റേഴ്സ് എല്ലാം അവർ ഇതിനിട്ട സമയത്ത് ഹിന്ദി ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട് 3 കോടി നമ്മൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ്സ് എടുത്തു. അപ്പം ഇവർക്ക് ഭയങ്കര സർപ്രൈസാണ്, 3 കോടി ഇപ്പോഴേ തരുന്നു. പക്ഷേ അതേസമയം അയാളുടെ മൈൻഡിലൊരു സംഭവമുണ്ട്, 30 കോടി ഉണ്ടാക്കണം. അയാൾ ഉണ്ടാക്കി മാർക്കോന് റീച്ചായി. കേരളത്തിൽ എത്ര കളിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഹിന്ദി ഓഡിയൻസാണ് അതിനെ ആഘോഷിച്ചത്. അപ്പം നമുക്ക് ആ ഒരു ഹിന്ദി മാർക്കറ്റ് മാത്രമല്ല, നമുക്ക് തെലുങ്ക് മാർക്കറ്റ് ഉണ്ട്, കന്നഡ മാർക്കറ്റ് ഉണ്ട്. ഇവരൊക്കെ നമ്മളെ പടത്തിന് വെയിറ്റിംഗ് ആണ്. ആദ്യം അത് ഒരു തമിഴ് ഇൻഡസ്ട്രി ആയിരുന്നു ബോളിവുഡ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ അത് തെലുങ്കായി, പിന്നെ അത് KGF വന്നപ്പോൾ കന്നഡയായി, പിന്നെ ഇപ്പോൾ അത് മലയാളത്തിൻ്റെ ടൈമാണ് 2024. പക്ഷേ നമ്മൾ 750,000 കോടി നമ്മൾ വെറുതെ വേസ്റ്റാക്കുകയാണ്. എങ്ങനെയാണ് വേസ്റ്റാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പുതിയ പ്രൊഡ്യൂസറിനെ ഡയറക്ടർ പറഞ്ഞ് കബളിപ്പിച്ച് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ ഇതിപ്പം ചേംബറിൽ നിന്നും അവർ നല്ല മാക്സിമം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ബ്ലോക്കിനേക്കാളും എൻ്റെ ഒരു സജഷനാണ്, അവർ പറയുക ഇനിയിപ്പം ബാർ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടില്ല. പഴയ ബാർ ലൈസൻസ് ഓണറുമായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവർ പറയാം പുതിയ പ്രൊഡക്ഷൻ ബാനർ ഇനി ഇല്ല, പഴയ പ്രൊഡക്ഷൻ ബാനറിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് നല്ല ഒരു ഹിറ്റ് മൂവി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ബാനർ നമുക്ക് അപ്രൂവൽ ചെയ്യാൻ പറ്റും. ഇവർ ഓൾറെഡി പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന് മുമ്പ് പ്രൊഡ്യൂസറായിട്ടുള്ള ആൾക്കാരുടെ റെക്കമെൻഡേഷനിൽ വന്നു കഴിഞ്ഞാൽ സംഭവം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാവപ്പെട്ട കുറേ പ്രൊഡ്യൂസറുടെ പൈസ പോവില്ല. ഈ അനാവശ്യമായി ഒരു കഴിവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാത്ത, അവൻ്റെ സ്വപ്നം ഇതാക്കണം എന്നും പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിൻ്റെ പൈസ കൊണ്ടുപോയി കളയുക. അപ്പം ഇത് ഒന്ന് റീതിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ തന്നെ സൊല്യൂഷൻ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെയും കൂടി ഓഫർ ഞാൻ ചേംബറിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവരോട് ഒരു പ്രസൻറ്റേഷൻ ചെയ്തിട്ട് വരാൻ പറ. ഈ പ്രസൻറ്റേഷൻ കണ്ടാൽ ചിലപ്പോൾ ആ മൂവിയിൽ ഒന്നും ഇല്ല എന്നുള്ളത് ആ പ്രൊഡ്യൂസർക്ക് മനസ്സിലാവും, അയാൾ ഓടും. അപ്പോൾ ഇതൊരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ അതിന് AI ടെക്നോളജി കെവിൻ്റെ അടുത്തുണ്ട്. അതെ. അത് എത്ര നേരത്തെ പ്രസൻറ്റേഷൻ, എങ്ങനെയാണ്? അതൊരു 20 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് സ്റ്റോറി വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഡയലോഗ്, മ്യൂസിക്. അപ്പോൾ സിനിമ മോഹങ്ങൾ പൂവണിയട്ടെ. അതല്ലാതെ വേറെ ഒരു പുതിയ ആശയം താങ്കൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എൻ്റെ ഈ സംഭവം ഞാൻ ഹിന്ദി ബോളിവുഡിൽ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനി ഇപ്പം എല്ലാവരുമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം കൊണ്ടുപോയി ഈ സാധനത്തിലേക്ക് ഞാൻ വരാൻ തന്നെ ഒരു കാരണം ഉണ്ടായിരുന്നു. രാജമൗലി സാറിനെ ഫോളോ ചെയ്തിട്ട് വന്നതാണ്. കാരണം പുള്ളി ഒരു AI പ്രസൻറ്റേഷൻ അല്ല പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2D ലെവലിലുള്ള
ബേസിസിൽ ആനിമേഷൻ മൂവി ചെയ്തതിന് ശേഷം മാത്രമേ പുള്ളി മൂവി ചെയ്യുള്ളൂ. ഇപ്പോൾ പിന്നെ എഐൻ്റെ ടോപ്പ് ലെവലിൽ പുള്ളി ചെയ്യുന്നുണ്ടാവായിരിക്കാം. അപ്പം എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും, ഈ സാധനം നമ്മൾ വലിയ ബോണി കപൂർ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ വിശാൽ ഭരദ്വാജ് അവിടെയൊക്കെ പോയി കാണിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നീ ചെയ്തത്, നമുക്ക് ചെയ്തു തരും, ഇപ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പം ഇതിലേക്ക് ആരും വന്നിട്ടില്ല. ഇങ്ങനൊരു ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഗ്രഹം. ഞാനിതിൽ ടെക്നിക്കലി ഭയങ്കര സംഭവമാണ് അങ്ങനെയൊന്നുമില്ല, ആഗ്രഹിക്കുക. എന്നിട്ട് ടെക്നിക്കൽ ടീമുമായിട്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് പഠിക്കും. ഇപ്പോഴും ഞാൻ റിസർച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കൂടെ ഇരുന്ന് എഴുതി വെച്ച് ഞാൻ അവരുടെ അടുത്ത് നിന്ന് അത് പഠിക്കും, എങ്ങനെയാണ് ഇവരിത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാനിത് ആഗ്രഹിച്ചു, ഞാൻ ഇതിൻ്റെ പുറകെ പോയി. അപ്പോൾ പലരും എന്നെ ഇൻസൾട്ട് ചെയ്തു, ഇത് മലയാള സിനിമക്കൊന്നും പറ്റിയ പരിപാടിയൊന്നുമല്ല, ഇവിടെ സ്റ്റോറി ബോർഡ് പോലും ആൾക്കാർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അതിനെ എവിടെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഗോട്ട് ഇത് കൽക്കിയൊക്കെ ചെയ്യുന്നത് ലോല VFX ഹോളിവുഡിലാണ്, അപ്പോൾ US. അപ്പോൾ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ പയ്യൻ എനിക്ക് വേറൊരാളുടെ കെയർ ഓഫിൽ കിട്ടി. ആ പയ്യൻ പറഞ്ഞു ഇവിടെ ചേട്ടാ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടികളാവും, ഇവർ ഇതിന് സെക്കൻഡ്സിന് അത്ര വാങ്ങിക്കും, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളാവും, ഇത് നിങ്ങൾ ഇതിൻ്റെ പരിപാടിക്ക് നിൽക്കണ്ട, മലയാള സിനിമക്കൊന്നും അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അവനെ വിട്ടിട്ടില്ല. അവനിങ്ങനെ സംസാരിച്ച് അവൻ നാട്ടിൽ വന്ന സമയത്ത് അവനുമായിട്ട് കണക്ട് ചെയ്തു. ഒരു കോട്ടയംകാരനാണ്. അപ്പം അവൻ പിന്നെ പറഞ്ഞു എൻ്റെ ശല്യം സഹിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാം. അപ്പോൾ എനിക്കൊരു ടീമുണ്ട്. അപ്പോൾ ആ ടീം സൂപ്പറായിട്ട് ആ സാധനം ഡെവലപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇതിൽ 80% ആൾക്കാർക്ക് ഇത് എന്ന് മനസ്സിലാവില്ല. ആക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തിയതാണ്. ഇനിയിപ്പോൾ ഈ സാധനത്തിന് എനിക്ക് ചൈന ഒക്കെ നല്ല കണക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു മറ്റ് വേൾഡ് വൈഡ് നമ്മൾക്ക് തർജ്ജമ ചെയ്തിട്ട് നമ്മളുടെ പടത്തിന് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പം ഇന്ത്യൻ ഭാഷകളിൽ മൊത്തം നമുക്ക് മാക്സിമം ശ്രമിക്കുക. അതേപോലെ തന്നെ പുറത്ത് ഇനിയിപ്പോൾ ചൈനീസ് ലാംഗ്വേജിൽ ഞാൻ എൻ്റെ AI പ്രസൻറ്റേഷൻ അവിടെയുള്ള കണക്ഷൻസ് വെച്ചിട്ട് ഞാനത് ചൈനീസ് ലാംഗ്വേജിലാക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വൺസ് അവർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിതിനെ ഫോളോ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കോൻ്റെ സെയിം സംഭവം തന്നെയാണ്. പോസ്റ്റർ മാത്രം വെച്ചിട്ട് അവർ പൂജ നടത്തിക്കുന്ന സമയത്ത് തന്നെ അവരതിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് വിഷ്വലായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ച് അതിൽ കൂടുതൽ സാധ്യതകൾ കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ചൈനയിൽ സാധാരണ 4 പടങ്ങൾ മാത്രമേ ഒരു വർഷത്തിൽ ഇന്ത്യൻ പടങ്ങൾ കളിക്കുകയുള്ളൂ. അത് കളിച്ച് ക്ലിക്കായി കഴിഞ്ഞാൽ ദങ്കലിനൊക്കെ കിട്ടിയതുപോലെ 1600 കോടി തന്നെ അവിടെ നിന്ന് കിട്ടുക. 2000 കോടി ദങ്കൽ വന്നത് 1600 കോടി ചൈനയിൽ നിന്ന് മാത്രം വന്നതാണ്. ചൈന എന്ന് പറഞ്ഞാൽ ചൈന വേൾഡ് വൈഡ് ചൈനീസ് പീപ്പിൾ കണ്ടത്, അവർക്ക് ഇഷ്ടപ്പെട്ടു, ആ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് അമേരിക്കൻ. അപ്പം അതേപോലെ അത്രയും പോയിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ഇപ്പം മഹാരാജ പോലും അവിടെ നല്ല ഹിറ്റായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടം പിടിക്കുക, അതാണ് ഞാൻ നോക്കുന്നത്. അതിലേക്ക് ഇടം പിടിച്ചു കഴിഞ്ഞാൽ അതപ്പം ഞാൻ ഓരോ സിനിമക്കാരനോടും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറിയൊരു സിനിമയാണെങ്കിലും അതിനെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാക്കി മാറ്റിയിട്ട് എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യണം. കണ്ടും പൊട്ടി ഒന്ന് ആഗ്രഹിക്കുക. വേൾഡിൽ മൊത്തം ആൾക്കാർ എൻ്റെ സിനിമ അവരുടെ ഭാഷയിൽ കാണണം. അതിനുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളുടെ പ്രസൻറ്റേഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നേരത്തെ അഡ്വാൻസ് തരും. ഈ അഡ്വാൻസ് മതി നിങ്ങൾക്ക് മലയാളത്തിൽ സിനിമ ചെയ്യാൻ. അപ്പോൾ കൈ നനയാണ്ട് നമുക്ക് സാധ്യത. അതാണ് ഷാജിയേട്ടനായിട്ട് ഞാനൊരു ടൈപ്പ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പുതിയ ഒരാൾ ഇവന് പ്രാന്താന്ന് പറയും. പക്ഷേ ഷാജിയേട്ടനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അതിന് ഓഗസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ അത്രയും ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ബാനറാണല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഫ്യൂച്ചർ ഞാനിങ്ങനെ. അപ്പോൾ താങ്കൾ അത് സക്സസ്ഫുള്ളാക്കി. അപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി, അതായത് പ്രൊഡക്ഷൻ ടീമുണ്ട് താങ്കൾക്ക്. അതെ. അതിനിടയിലാണ് നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്താണ് ഒരു പുതിയ ആശയം, സംരംഭകരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആശയം. അതെ. എന്താണ്? അതാണ് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതിനൊരു സ്റ്റാർട്ടപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തൊരു പുതിയൊരു സാധനം കൊണ്ടുവരുമ്പോഴും ആൾക്കാർ അതിനെ ആ രീതിയിൽ ഇത് നടക്കുമോ, ഇതൊന്നിവിടെ എന്തിനാണ് എന്നുള്ളൊരു സാധനം വരും. ഇതൊക്കെ കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, പ്രത്യേകിച്ച് റോബോട്ടിക് സിസ്റ്റം ഉള്ള സംഭവങ്ങളാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഒബ്രോൺ മോളിൽ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അത് ഒരു ക്യാപ്സ്യൂൾ LED ബോക്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ആ ബോക്സിൻ്റെ ഒരു സൈഡിലൂടെ ഇപ്പം ഇത് UK US ചെറുതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മാളിൽ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറങ്ങി ഇപ്പോൾ ലുലു മോളാണെങ്കിൽ തന്നെ കറങ്ങി ആൾക്കാർക്ക് കാല് കടയും ഇരിക്കാനുള്ള സ്ഥലമില്ല, ആകെ ഇതാവും. അപ്പോൾ അവർ വരുന്നത് തന്നെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ബ്രാൻഡഡ് സാധനമാണ്, പക്ഷേ എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ഓഫറിൻ്റെ ഒരു പെട്ടിയാണിത്. അപ്പോൾ ഇതിൽ 3D എഫക്റ്റിൽ നമുക്ക് ഓഫേഴ്സ് കാണിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഇപ്പം ഒരു ചിക്കിങ്ങിൻ്റെ ഓഫറാണെങ്കിൽ ചിക്കിങ്ങിൻ്റെ ഇത്ര ലെഗ് പീസ് വരുന്നു, ആ ബക്കറ്റിലേക്ക് പോകുന്നു, ഇതാണ് ഓഫർ ടക്ക് എന്നുള്ള രീതി. അപ്പോൾ അവർക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലത്തെ ചിലപ്പോൾ KFC ഉണ്ടാവുന്നുണ്ട്, ആരാണ് ബെറ്റർ ഓപ്ഷൻ വരുന്നത്, അവർക്ക് അത് ക്ലിക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് അടിച്ച് അവരുടെ ഡാറ്റ നമുക്ക് കിട്ടി. എന്നിട്ട് ആ ഡാറ്റ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവർക്ക് അവിടെ പോയിട്ട് പെട്ടെന്ന് ഈ ഡിസ്കൗണ്ട് ഓഫറിൽ ഇത് വാങ്ങിക്കാം. അപ്പം നമ്മൾ കാരണമാണ് അവിടെ ബിസിനസ് വരുന്നത്. അത് കച്ചവടം നടക്കാത്ത ഷോപ്പുകളാണെങ്കിൽ അവർ ചിലപ്പം ചെറിയ എമൗണ്ടിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അവരെ ആ ഷോപ്പിൽ ചിലപ്പോൾ ആൾക്കാർ കയറില്ല. പക്ഷേ ഇവിടുത്തെ ഓഫർ കണ്ടിട്ട് അവർക്ക് ഓക്കെ ബിസിനസ് കിട്ടും. അപ്പോൾ ഈ മോളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എവിടെയൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്നുള്ളത് ഒരു ചെറിയ ബോക്സിൽ 3D ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റിയൽ ടച്ച് ആൻഡ് ഫീൽ പോലെ തോന്നുകയും ചെയ്യും. അതാണ് വെറുതെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കുക ഇല്ല, അങ്ങനെയല്ല. അത് 3D എഫക്റ്റിൽ അവരുടെ കണ്ണിലേക്ക് ഇത് പുറത്തേക്ക് വരുന്ന രീതിയിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സാധനങ്ങൾ പോകുന്നത്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് പരസ്യങ്ങൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വലിയ വലിയ ആർട്ടിസ്റ്റ്. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഈ മോളുകാർക്ക് മാത്രം പറ്റുന്ന ഒരു സാധനമാണ്? ഇല്ല, മോളുകാർക്ക് മാത്രമല്ല. ഇതേ സെയിം ഓഫർ ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, പിന്നെ ഡെലിവറി, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് സാധ്യതകൾ ഒരുപാടാണ്. കാരണം അവർ ജ്വല്ലറിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ ജ്വല്ലറി എടുത്ത് കണ്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. ഇല്ല, പക്ഷേ ഇതിനകത്ത് ഓരോന്നും ഓഫറുള്ളതും ഇതൊക്കെ ഇങ്ങനെ 3D കാണാം. ഇന്നിപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു റേഡോ വാച്ച്. അപ്പോൾ ഈ വാച്ചിൻ്റെ അകത്ത് നമുക്ക് ഡയമണ്ട്സ് ഉണ്ട്. ഇതിനിപ്പോൾ ഞാൻ ബൈനോക്കുലർ വെച്ച് നോക്കണം. പക്ഷേ അതേസമയം നമ്മൾ ഇതിനകത്ത് ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് റിംഗ് ആണെങ്കിൽ ആ റിങ്ങിൽ എത്ര ഡയമണ്ട് സൂം ചെയ്ത് തിരിച്ച് മറിച്ച് ഒക്കെ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീൻ, ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആംഗിളിലായിരിക്കും പോകുന്നത്, പക്ഷേ ഇവർക്കൊരു സൈഡിൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് തിരിഞ്ഞ് നോക്കാനുള്ളൊരു ഓപ്ഷനും കൂടി അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റോറിലുള്ള സാധനങ്ങളെല്ലാം ഒരു 3D എഫക്റ്റിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും 3D എഫക്റ്റ് കാണാൻ പറ്റില്ല. ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഉള്ളൂ. ഇത് നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഇവരുടെ കച്ചവടം കൂട്ടുന്ന ഒരു പരിപാടിയാണ്. കച്ചവടം കൂടുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ അവർക്ക് ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡയറക്റ്റ് കസ്റ്റമർ. ഇതൊരു ജാപ്പനീസ് ടെക്നോളജി. അതെ, ജാപ്പനീസ് ടെക്നോളജിയാണ്. അപ്പോൾ ഇത് താങ്കൾ, പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്ന പരിപാടിയല്ല. നല്ല ഇൻവെസ്റ്റ്മെന്റ് വരും. കാരണം നമ്മളിത് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ആയിട്ടാണ് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് അടുത്തൊരു സെക്ഷനും കൂടിയുണ്ട്. സെക്കൻഡ് ഫേസിലാണ് ഈ ടച്ച് സംഭവങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. തേർഡ് ഫേസിൽ നമ്മൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഉണ്ടാവും, ഒരു ഫ്രണ്ട് ക്യാമറ ഉണ്ടാവും. അപ്പം ഞാൻ ഈ ടീഷർട്ട് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ എൻ്റെ ബോഡി അവിടെ വരും, ഫ്രണ്ട് ക്യാമറയിൽ വരും. അപ്പോൾ അവിടെ ടീഷർട്ട് വരുന്നു. അപ്പോൾ ഈ ടീഷർട്ട് എന്നിലേക്ക് കണക്റ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടാൽ എങ്ങനെയുണ്ട്, ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇനി ഈ മോതിരം എൻ്റെ കൈക്ക് കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് അവിടെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ മോതിരം നമുക്ക് കാണാം. എന്ത് ഭംഗിയുണ്ട്. ഒരു സ്ത്രീ ആണെങ്കിൽ ആ മാല അവർക്ക് ഭംഗിയുണ്ടോ എന്നുള്ളത് ഇട്ട് നോക്കാതെ തന്നെ അവിടുന്ന് അവർക്ക് തന്നെ ഒരു ഡിസൈഡ് ചെയ്യാം. അപ്പോൾ താങ്കൾ ഈ മെഷീൻ, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മെഷീൻ അവർക്ക് വിൽക്കുകയാണോ? വിൽക്കല്ല, ഞാൻ റെന്റിന് കൊടുക്കാന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വിറ്റ് കഴിഞ്ഞാൽ പോലും അവർക്ക് ഇത് റൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ലെസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ടെക്നോളജിയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ടീമുണ്ട്. അപ്പോൾ ഞാനിതിൽ റിസർച്ച് നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാധനം ഇവർക്ക് ഇപ്പം റോബോട്ടിക് സാധനങ്ങൾ മറ്റ് കൺട്രീസ്, UK, US വളരെ കോമൺ ആയിട്ട് റോബോട്ടാണ് പല പരിപാടികളും ചെയ്യുന്നത്. നമ്മളെ ഇന്ത്യയിൽ അത് കോമൺ അല്ല. ഇങ്ങനൊരു സാധനം ഉണ്ടോ എന്നുള്ളത് ഞാൻ അംബാനീൻ്റെ മാളിൽ ജിയോ വേൾഡിൽ പോയി നോക്കി. അവിടെ നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പാൻ ഇന്ത്യ ലെവലിൽ നമ്മൾ മാൾ കൊട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൾച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സാധനം ക്യാപ്സ്യൂൾ LED ബോക്സിൽ ആൾക്കാർ ക്യൂ നിൽക്കും. മാളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടുന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. അതിൻ്റെ വേറൊരു വശമുണ്ട്. ആ വശത്ത് വെറുതെ മാൾ കറങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഒരു ക്യൂ ഉണ്ടാവും അപ്പുറത്തെ സൈഡ്. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഡോർ ഉണ്ടാവും. അപ്പോൾ ആ ഗ്ലാസ് ഡോറിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗോൾഡ് ബാർ വെച്ചിട്ടുണ്ടാവും. ആ ഗോൾഡ് ബാറിൽ ചിലപ്പോൾ ആരാണോ ഓഫർ ചെയ്യുന്നത്, ഇപ്പോൾ ടെക്സ്റ്റൈൽ ബേസിക്കിൻ്റെ ഒരു ടീഷർട്ട് ആയിരിക്കാം. അപ്പോൾ അവർ അത് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾഡ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ആ ബാറിൽ അവരുടെ പരസ്യം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സൊക്കെ അതിൽ കണക്ട് ചെയ്ത് നമ്മൾ അതിനെ വൈറലാക്കുക. അതിനൊരു ടൈമിങ് വെക്കും, ഇങ്ങനെ ഇന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഇതുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടൈമിൽ മാളിൽ ഈ കടകളിലൊക്കെ താങ്കളൊരു ചെറിയ റെൻറ്റൽ കൊടുത്തുകൊണ്ട് അവിടെ വെക്കുകയാണ്. അത് മെയിൻറ്റെയിൻ നിങ്ങൾ ചെയ്തോളും. അവർക്ക് നല്ല ബിസിനസ് നടന്നു, ബിസിനസ് വരും. അതൊരു നൂതന ആശയം തന്നെയാണ്. ഇപ്പോൾ താങ്കളുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. താങ്കൾ സ്പാ നടത്തുന്നുണ്ട്, പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത്? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ക്യാപ്സ്യൂൾ LED ബോക്സ് പോലെ തന്നെ നമ്മൾ ഗ്ലാസ് ഡോർ LED സ്ക്രീൻ വരുന്നുണ്ട്. നമ്മൾ ഗ്ലാസ് ഡോർ ഉണ്ടാവുമല്ലോ, ഗ്ലാസ് ഡോറിൽ പരസ്യങ്ങൾ വരും. അപ്പോൾ അതൊരു സ്റ്റിക്കറിങ് സിസ്റ്റമാണ്. സ്റ്റിക്കറിങ് സിസ്റ്റം, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഇതുണ്ടാവും. അത് അവിടെ നിന്നാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു മാജിക്ക് ഗ്ലാസ്സിലാണ് പരസ്യം. റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും നേരെ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ പരസ്യമുണ്ട്. ഗ്ലാസ്സിൽ പരസ്യങ്ങൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ കോമൺ ആവും. പക്ഷേ അത് എന്നിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ലെഗസി ഉണ്ടാവുമല്ലോ. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ വക ഇൻവെസ്റ്റ്മെൻറ്റ്
ഇനിയിപ്പോൾ അഥവാ ഞാൻ ഇതിൻ്റെ ടെക്നോളജിയിൽ ഫെയിലായി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ സഹിച്ചോളാം, നിങ്ങൾ രണ്ട് തന്നാൽ മതി, അവർക്ക് പ്രശ്നമില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ അതിൽ കണക്ട് ചെയ്ത് ഇപ്പം ഒബ്രോൺ മോളിൽ നമ്മളിപ്പോൾ സംസാരിച്ചു, അവിടെ ചിക്കിങ് KFC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത് എന്താണ് UK എന്നുള്ള ഒരു കമ്പനിയാണ്. അപ്പം അവർ നമ്മളുടെ ക്ലയൻ്റ് ആവുന്നു എന്നുള്ളത് അത് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ്, അത് ഒരു വേറെ ലെവലിൽ എനിക്കൊരു ഫീല് അത് കിട്ടിക്കൊണ്ടിരിക്കും. അത് നന്നായി വരട്ടെ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ കൈവച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടോ? ഞാൻ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഡീൽസ്, അത് വിൽക്കാനുള്ള. ഇപ്പം അധികം റിയൽ എസ്റ്റേറ്റിൽ വിൽപ്പനകൾ നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ഡീൽ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്? വേറെ നമ്മൾ ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം കുറച്ച് ഇതാണ്, അതായത് നമ്മളുടെ എന്താ പറയുക, ഗോപാലേട്ടൻ്റെ ഇവൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗോകുലം ഗ്രൂപ്പിൻ്റെ ഒക്കെ. പിന്നെ ഇടവേള ബാബുവിൻ്റെ മഴവിൽ മനോരമ ഷോയിലൊക്കെ നമ്മൾ കോ ഇവൻറ്റ് പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോൾ ടോട്ടലി ഈ ഇതെല്ലാം കൂടി ചേർന്നാൽ താങ്കൾക്ക് എത്ര ജീവനക്കാരുണ്ട്? ഒരു 300 എംപ്ലോയീസ് ഉണ്ട്. എക്സലൻറ്റ്. 500 രൂപ അതെ സാലറിയിൽ താങ്കൾ വെയിറ്ററായി തുടങ്ങി ഇന്ന് 300 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി താങ്കൾ വളർന്നു കഴിഞ്ഞു. എക്സലൻറ്റ്. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി ഇതന്നെ ഒരു പാൻ ഇന്ത്യ മോഡൽ നമ്മളുടെ എല്ലാ മാളിലും, ഇപ്പോൾ ഒരു മാളിലൊരു ഷോപ്പ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു കിയോസ്കി തുടങ്ങുക എന്നുള്ളത് ഒരു ബിസിനസ്സിന് വേണ്ടിയില്ല, ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിൻ്റെത് ആഡ് ഏജൻസി യുവാൻ്റെ പ്രോഡക്റ്റ്, ഇതുപോലത്തെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നു. മാൾ ഓണേഴ്സിന് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ബ്രാൻഡഡ് പരസ്യങ്ങൾ വരുന്നു. ഇത് പാൻ ഇന്ത്യ ലെവലിൽ ചെയ്യണം. എൻ്റെ ഒരു മൂവി ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആ മൂവി പാൻ വേൾഡ് ലെവലിൽ നമുക്ക് റിലീസ് ചെയ്യണം. ഒരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കാണാമെന്നുള്ളതാണ്. അത് എവിടം വരെ ദൈവം കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറക് വിരിച്ച് റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ കേട്ടു, കണ്ണൂരുകാരൻ കെവിൻ ദാ ചിറക് വിരിച്ച് ഉയരങ്ങളിൽ പറക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം വളരെ ചെറുതായിരുന്നു. കേവലം 500 രൂപ. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും, 500 രൂപയ്ക്ക് വെയിറ്ററായി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ഹോട്ട് സീറ്റിൽ സ്പാർക്കിൽ എന്നോടൊപ്പം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവിധതരം ബിസിനസ്സുകളുണ്ട്, സ്പാകൾ നന്നായി നടക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ആ സിനിമ പ്രൊഡ്യൂസറും അഭിനേതാവും ഒക്കെ ആയിത്തീരുകയാണ്. അദ്ദേഹം സ്വന്തമായൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ സിനിമാക്കാർക്ക് നല്ല ഒരു ആശയവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ ആകർഷിച്ചത് അദ്ദേഹം കൊണ്ടുവന്ന ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഒരു കുഞ്ഞു ബോക്സ്, അത് ഈഗിൾ എന്ന് പറയുന്നതിൻ്റെ പ്ലാറ്റ്ഫോമിലെ ബിസ്കോൺ എന്ന് പറയുന്ന ഞങ്ങളുടെ ആനുവൽ മീറ്റിൽ 1056 സംരംഭകർ കൊച്ചി സിയാൽ കൺവെൻഷൻ ഹാളിൽ വന്നവർക്കറിയാം. അദ്ദേഹത്തിന് ഞാൻ ഡിസ്പ്ലേ ചെയ്യാനൊരു അവസരം കൊടുത്തിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ഉൽപ്പന്നങ്ങളും സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് ഒരു 3D എഫക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അലഞ്ഞ് നടക്കേണ്ട, അതിലൂടെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി ബിസിനസ് വളരാനും, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വിൽക്കാനല്ല ശ്രമിക്കുന്നത്. നിങ്ങൾ ടെമ്പററി ആയിട്ട് വെച്ചോ, പഠിക്കുക എന്താണെന്നുള്ളത്, മാസം ചെറിയൊരു വാടക കൊടുക്കുക, ആ ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതൊരു വലിയ ആശയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വിപ്ലവകരമായൊരു മാറ്റം ബിസിനസ്സിൽ വരുത്താൻ പറ്റിയ ഒരാശയമാണ്. ഇത് കാണുന്ന കേൾക്കുന്ന പലർക്കും ഇതൊരു സഹായമായേക്കാം. കെവിൻ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. വളരെ ചെറിയ തുടക്കം, എന്നാൽ താങ്കളൊരു പാഷൻ, അതിൻ്റെ പുറകെ പോയി ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു, അതിന് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു, 300ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഇന്ന് വിപ്ലവകരമായ ഒരു കാര്യം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്, അതൊരു സർവീസ് തന്നെയാണ്. അതിലൂടെ താങ്കളെ ലോകം അറിയപ്പെടട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും ദ സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.